ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം തനിക്ക് സ്വാധീനമായാൽ ആ വ്യക്തി പരമമായ സുഖത്തിൻ്റെ ഉടമയായിരിക്കും. എന്നാൽ സ്വാധീനമല്ലാത്ത ഇന്ദ്രിയങ്ങളുള്ള ഒരു വ്യക്തി പരമ ദുഃഖിയും ദരിദ്രനുമായിരിക്കും. അതിനാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നാം സ്വാധീനത്തിലാക്കുക എന്നതാണ് ജീവിതത്തിൽ നാം നേടേണ്ട പരമപ്രധാനമായ ജോലി. അതിനാൽ നാം എന്തു ചെയ്യണം? രാഗദ്വേഷങ്ങളില്ലാതെ തന്നിൽ സ്വാധീനമിന്ദ്രിയം വിഷയങ്ങൾ ഭുജിച്ചാലും ജിതാത്മാ ശാന്തി പൂകിടും. രാഗദ്വേഷങ്ങളില്ലാതെ ഏറ്റവും വലിയ രണ്ട് ശത്രുക്കളാണ് നമ്മെ ദുഃഖത്തിലാഴ്ത്തുന്ന, നരകത്തിലേക്ക് തള്ളിവിടുന്ന രണ്ട് സ്വഭാവമാണ് രാഗവും ദ്വേഷവും. രാഗമെന്നാൽ സുഖം തരും എന്ന് കരുതുന്ന, തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളെ എല്ലാം സ്വന്തമാക്കണം എന്ന തോന്നലും അതിനുവേണ്ടി അനവരതം പ്രയത്നിക്കലുമാണ് രാഗം. ഒരു വസ്തു തനിക്കിഷ്ടപ്പെട്ടാൽ അത് പിന്നെ എനിക്ക് കിട്ടണം, അതിനുള്ള പരിശ്രമമാണ്. ആ മനസ്സിൽ ആ വസ്തുവിനോടുള്ള അഭിനിവേശത്തിനാണ് രാഗം എന്ന് പറയുന്നത്. എന്നാൽ തനിക്ക് ദുഃഖം തരുന്നതും തനിക്ക് വെറുക്കപ്പെട്ടതുമായ വസ്തുക്കളോട് തോന്നുന്ന വികാരത്തിനാണ് ദ്വേഷം എന്ന് പറയുന്നത്. ഈ രാഗമുണ്ടെങ്കിൽ ദ്വേഷം തീർച്ചയായിട്ടും ഉണ്ടാകും. ദ്വേഷമുണ്ടെങ്കിൽ രാഗവും ഉണ്ടാകും. ഒരാളോട് രാഗമാണെങ്കിൽ തത്തുല്യമായ ശക്തിയോടുകൂടി മറ്റൊരാളോട് ദ്വേഷം പ്രകടമാകും. ഇത് രണ്ടും നാം കളയേണ്ടിയിരിക്കുന്നു. ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാത്ത അവസ്ഥ, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, അതുപോലെ തെറ്റും ശരിയും വിധിയും നിഷേധവും, ഈ 6 ഘടകങ്ങൾ ഒന്നിച്ചു ചേർന്നതാണ് രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട വസ്തുവൊക്കെ എനിക്ക് അനിഷ്ടമായ വസ്തുവിനോട് വെറുപ്പാണ് തോന്നുന്നത്, അതിനാണ് ദ്വേഷം എന്ന് പറയുന്നത്. ഇഷ്ട അനിഷ്ടം, തെറ്റ് ശരി, ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണ് എന്ന് കൽപ്പിക്കുന്നു. അതുപോലെ വിധി നിഷേധം, ഇന്നതൊക്കെ ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യരുത്, ഇതാണ് വിധിയും നിഷേധവും. എനിക്ക് വിധിയായി തോന്നുന്ന ഒന്ന്, എനിക്ക് ഇന്നതുപോലെ വേണമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് വേണ്ടാത്തതായിരിക്കും, അവർക്ക് അങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ 6 ഘടകങ്ങൾ, തെറ്റും ശരിയും വിധി നിഷേധവും അതുപോലെ ഇഷ്ടവും അനിഷ്ടവും, ഇവ 6ഉം നിറഞ്ഞു നിൽക്കുന്നതാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സ്. ഇതിനെയെല്ലാം ചേർന്നാണ് രാഗദ്വേഷം എന്ന് പറയുന്നത്. അതാണിവിടെ രാഗദ്വേഷങ്ങളില്ലാതെ, രാഗവുമില്ല ദ്വേഷവുമില്ലാതെ തന്നിൽ സ്വാധീനമിന്ദ്രിയം. തനിക്ക് സ്വാധീനമായ ഇന്ദ്രിയങ്ങൾ ഏതാ? ഇന്ദ്രിയങ്ങളെ കേൾക്കാനുള്ള ഇന്ദ്രിയമാണ് ചെവി, സ്പർശിക്കാനുള്ള ഇന്ദ്രിയമാണ് നമ്മുടെ ത്വക്ക്, കാണാനുള്ള ഇന്ദ്രിയമാണ് കണ്ണ്, രസമറിയാനുള്ള ഇന്ദ്രിയമാണ് നാവ്, ഗന്ധമറിയാനുള്ള ഇന്ദ്രിയമാണ് മൂക്ക്. അങ്ങനെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ അനുഭവിക്കാൻ 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി മനസ്സ് പുറത്തേക്കൊഴുകുമ്പോഴാണ് ഇഷ്ടാനിഷ്ടങ്ങളും തെറ്റും ശരിയും വിധി നിഷേധങ്ങളും വരുന്നത്. എന്നാൽ ഈ മനസ്സ് ഇവയിൽ നിന്ന് പിന്തിരിഞ്ഞ് മനസ്സിൻ്റെ സ്വധാമത്തേക്ക് തിരിച്ചുപോയാൽ
ഇവിടെ ഇഷ്ടാനിഷ്ടങ്ങളോ രാഗദ്വേഷങ്ങളോ കാമക്രോധാദികളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് പരമപവിത്രമായി. ഈ വിഷയ സമ്പർക്കം കൊണ്ടാണ് മനസ്സിൽ ഈ രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നത്. കാമക്രോധം, രാഗദ്വേഷം, മതമത്സര്യാദികളെല്ലാം നമുക്കുണ്ടാവുന്നത് മനസ്സ് വിഷയങ്ങളിലേക്ക് ഒഴുകുമ്പോഴാണ്. ആ ഒഴുക്കിനെ നമ്മൾ ഒരു ചെറിയ കൺട്രോൾ, അതാണ് ഇന്ദ്രിയങ്ങൾ സ്വാധീനമായ ഒരു വ്യക്തിക്ക്. രാഗദ്വേഷങ്ങളില്ലാതെ തന്നിൽ സ്വാധീനമിന്ദ്രിയം. രാഗദ്വേഷങ്ങളില്ലാതെ നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് സ്വാധീനമായാൽ വിഷയങ്ങൾ ഭുജിച്ചാലും ജിതാത്മാ ശാന്തി പോകിടും. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ വിഷയങ്ങളെയൊക്കെ അനുഭവിച്ചാലും അവർക്കൊരിക്കലും അശാന്തി ഉണ്ടാവുകയില്ല. രാഗദ്വേഷങ്ങളെ ഇല്ലാതെയാക്കണം, ഇന്ദ്രിയങ്ങളെ ജയിക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ച ശേഷം ഇവിടെ ഏത് വിഷയം അനുഭവിച്ചാലും നാം ആ വിഷയത്തിന് അടിമയാവുകയില്ല. ആ വിഷയത്തെ നാം ജിതേന്ദ്രിയനാണ്. അതാണ് രാഗദ്വേഷങ്ങളില്ലാതെ തന്നിൽ സ്വാധീനമിന്ദ്രിയം. വിഷയങ്ങൾ ഭുജിച്ചാലും ജിതാത്മാ ശാന്തി പോകിടും. ഇന്ദ്രിയങ്ങളെ ജിതാത്മാ, മനസ്സിനെ ജയിച്ച ആള്, അവർക്ക് ശാന്തി മാത്രമേ ഉണ്ടാകൂ. മനസ്സിനെ ജയിക്കണമെങ്കിൽ ആദ്യം ഇന്ദ്രിയങ്ങളെ നാം നിലയ്ക്ക് നിർത്തണം. മനസ്സ് നിലയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിലയ്ക്ക് നിർത്താൻ എളുപ്പമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ഒരേപോലെ നിയന്ത്രണ വിധേയമായ ഒരു മനുഷ്യൻ പരമസുഖിയായിരിക്കും. അവർ പ്രസാദം എപ്പോഴും അവർക്കുണ്ടാകും. അവർ ശാന്തിയിൽ എത്തിച്ചേരുന്നതുമാണ്. അതിനാൽ ഈ സുഭാഷിത രത്നങ്ങളെ നിരന്തരം നമ്മൾ മനനം ചെയ്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നാം സ്വാധീനമാക്കുകയും അവയ്ക്ക് നാം അടിമ ആകാതിരിക്കുകയും ചെയ്യണം. അവയുടെ ഉടമയായിത്തീരണം നാം ഓരോരുത്തരും. എങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. രാഗദ്വേഷങ്ങളില്ലാതെ തന്നിൽ സ്വാധീനമിന്ദ്രിയം. വിഷയങ്ങൾ ഭുജിച്ചാലും ജിതാത്മാ ശാന്തി പൂകിടും.